അതേസമയം അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് താൽപ്പര്യം പ്രകടിപ്പിച്ചതായി വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നുണ്ട്. വ്യാഴാഴ്ച ഡൊണാൾഡ് ട്രംപുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയതെന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. ഹോർമുസ് കടലിടുക്കിനെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കുകയാണ് ചൈനയുടെ ലക്ഷ്യമെന്നും വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പക്ഷേ അമേരിക്കൻ എണ്ണ കൂടുതലായി വാങ്ങുന്നതിനെക്കുറിച്ച് ചൈനയുടെ പ്രതികരണം വന്നിട്ടില്ല. നമുക്കറിയാം, ഈ തീരുവ യുദ്ധം ട്രംപ് പ്രഖ്യാപിച്ചതിന് ശേഷം ചൈന അമേരിക്കൻ എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും നിർത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോഴും കേവലം 4% ചൈനയുടെ ഉപയോഗത്തിന് ആവശ്യമായ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ചൈന. പക്ഷേ ചൈനയുടെ ആവശ്യത്തിന് അനുസൃതമായതിൻ്റെ 4% മാത്രമാണ് ഇപ്പോൾ ചൈന അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത്. അത് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ വിനോദ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ചൈനയുടെ US നിന്നുള്ള ഇറക്കുമതി പ്രതിദിനം 3,95,000 ബാരലായി ഉയർന്നിരുന്നു. ഇത് കേവലം 4% മാത്രമാണ്. ട്രംപ് ഈ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം അത് കുറയ്ക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു, ഓയിൽ ഇറക്കുമതി അടക്കം. ഇത് കൂട്ടുക എന്നുള്ളത് ട്രംപിൻ്റെ ഈ ചൈനീസ് സന്ദർശനത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. 2023 ശേഷം തീരെ ഈ സഹകരണം ഇല്ലാത്തൊരു നിലയിലേക്ക് ചൈനയും അമേരിക്കയും മാറിയിരുന്നു, പ്രത്യേകിച്ച് എണ്ണ വ്യാപാരത്തിലുൾപ്പെടെ. അവിടെയാണ് ഈ മാറ്റം വരുന്നത്. അവിടെയാണ് രഞ്ജിത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് ഒന്നുകൂടി ഒരു ഊന്നൽ നൽകുന്നത്. തായ്വാന് മേൽ ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ഇടപെടൽ, അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന സഹായം, അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ചൈന തയ്യാറാണ് എന്നതിൻ്റെ സൂചനയാണ് കൂടുതൽ എണ്ണ അമേരിക്കയിൽ നിന്ന് വാങ്ങാനുള്ള നീക്കം. നമുക്കറിയാം, മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ഈ തീരുവ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന സമയത്ത് ചൈനയെ ട്രംപ് വിശേഷിപ്പിച്ചത് ഇരുണ്ട ശക്തി എന്നാണ്. ഇരുണ്ട ശക്തിയുമായി ഇന്ത്യ സഖ്യത്തിൽ ചേരുന്നു എന്നാണ് അമേരിക്ക അന്ന് ചൈനയെ വിശേഷിപ്പിച്ചത്. അത്രയും വെറുപ്പോടുകൂടി അമേരിക്ക കണ്ടിരുന്ന ചൈന, ആ ചൈനയുമായിട്ടാണ് ഇപ്പോൾ 200 ബോയിങ് വിമാനങ്ങൾ വാങ്ങുന്നു, എണ്ണ വാങ്ങുന്നതിൻ്റെ അളവ് കൂട്ടാൻ പോകുന്നു. അങ്ങനെ അമേരിക്കയും ചൈനയും വലിയ തോതിൽ വ്യാപാര രംഗത്ത് കൈകോർക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. അവിടെയാണ് ഈ തായ്വാന് ഭയമുള്ളത്. അമേരിക്ക പരിപൂർണമായി ചൈനയുടെ പക്ഷം ചേരുമോ എന്ന ആശങ്ക തായ്വാന് ഉണ്ടാകുന്നത് അവിടെയാണ്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായും വെനസ്വേല, നമുക്കറിയാം, വെനസ്വേലൻ എണ്ണ വാങ്ങണമെന്ന് ഇന്ത്യയോട് അമേരിക്ക നിർദ്ദേശിച്ചിരുന്ന സമയമുണ്ട്. ആ തരത്തിൽ ഇപ്പോൾ നമ്മുടെ റിഫൈനറികൾ പോലും ആ മാറ്റം വരുത്തുകയാണ്. ഈ എണ്ണയുടെ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യമായ മാറ്റം നമ്മുടെ രാജ്യത്ത് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ വെനസ്വേലയെ പരിപൂർണമായി അമേരിക്കയുടെ ഭാഗമാക്കി മാറ്റുക, അമേരിക്കയുടെ അധികാരത്തിന് കീഴിലുള്ള ഒരു പ്രദേശമാക്കി മാറ്റുക, ആ നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് അമേരിക്കയുടെ എണ്ണ വാങ്ങുക, അല്ലെങ്കിൽ അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള വെനസ്വേലയുടെ എണ്ണ വാങ്ങുക, റഷ്യയിൽ നിന്ന് വാങ്ങാതിരിക്കുക. പ്രത്യേകിച്ച് ഈ ഉക്രൈൻ യുദ്ധം ആണ് അമേരിക്ക അതിൻ്റെ ഒരു കാരണമായി ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ആ യുദ്ധം അവസാനിക്കുന്നു, സമാധാനം പുലരുന്നു. അതാണ് കാരണമെങ്കിൽ അത് അവസാനിക്കുന്നതോടുകൂടി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് മറ്റ് ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ ഹോർമൂസിൽ അധികാരം പിടിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു. അത് നമ്മൾ ഏറ്റവും കാണേണ്ട ഒരു കാര്യമാണ്. ഹോർമൂസിൽ ഇറാനിന് ഉള്ള പരിപൂർണമായ അധികാരം എടുത്തു കളഞ്ഞ് അവിടം ഒരു അമേരിക്കയുടെ വാണിജ്യ കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് ട്രംപ് നടത്തുന്നത്. ഒപ്പം വെനസ്വേലൻ എണ്ണ വാങ്ങാൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് പറയുന്നു. അമേരിക്കയിൽ നിന്ന് എണ്ണ ഈ വൻകിട രാജ്യങ്ങൾക്ക് നൽകാനുള്ള തീരുമാനം. അങ്ങനെ ഇത് പൂർണ്ണമായും അമേരിക്കയുടെ കയ്യിലേക്ക് ഈ ഓയിൽ വിപണി, അത് പൂർണ്ണമായും അങ്ങനെ ഊർജ്ജ വിപണി അവരുടെ കൈകളിലേക്ക് വരിക എന്നതാണ്. മാത്രമല്ല, ഇറാൻ ഈ ആണവ സമ്പുഷ്ടീകരണം നടത്തുമ്പോൾ അവർ പറയുന്നത് ഊർജ്ജാവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഏതാണ്ട് 40% വരെ നടത്തിയിട്ടുള്ള സമ്പുഷ്ടീകരണം അമേരിക്ക ഈ ഭീഷണി തുടർന്നു കഴിഞ്ഞാൽ അത് 90% ഉയർത്തി അത് ആണവായുധമാക്കി മാറ്റും എന്നൊരു ഭീഷണി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷേ ഇറാൻ ഒരു ആണവശക്തിയാകാതിരിക്കാൻ വേണ്ടിയുള്ള സകല പ്രയോഗങ്ങളും അമേരിക്ക നടത്തുന്നുണ്ട്. ഇസ്രായേലുമായി ചേർന്ന് നടത്തുന്ന ഈ ആക്രമണമൊക്കെ തന്നെ അങ്ങനെ ഒരു ശക്തിയായി ഇറാൻ മാറാതിരിക്കാൻ വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ ഒരു വെടിക്ക് 2 പക്ഷി എന്ന നിലയ്ക്ക് ഇറാന് അങ്ങനെ ഒരു ശക്തി ഉണ്ടാകാതിരിക്കുക, പശ്ചിമേഷ്യയിൽ ഇറാൻ ഉയർത്തുന്ന ഭീഷണി ഇല്ലാതാക്കുക, അതോടൊപ്പം ഈ വിപണിയിൽ പിടിമുറുക്കുക, അങ്ങനെ അതിശക്തമായി വീണ്ടും അമേരിക്കയെ ഉയർത്തുക. അങ്ങനെ വലിയ ദേശീയവാദം പറയുന്ന ട്രംപ് ആ നിലയ്ക്ക് തന്നെയാണ് അമേരിക്കയെ നയിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴും ട്രംപിന് ചില തിരിച്ചടികൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഇതുവരെ യുദ്ധത്തിന് ചിലവായത് ഇന്ത്യൻ രൂപ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ 3 ലക്ഷം കോടി രൂപയാണ് ചിലവായത്. അവിടെ ഡെമോക്രാറ്റുകൾ വളരെയധികം വിമർശനമായി ഉന്നയിക്കുന്നതാണ് അമേരിക്കയുടെ സാമ്പത്തിക ശേഷിയെ പൂർണ്ണമായി തകർക്കുന്നു, സൈനിക ശേഷിയിൽ ഇടിവ് വരുത്തുന്നു. എന്ത് നേട്ടമാണ് ഇതുവരെ ഈ യുദ്ധം കൊണ്ട് അമേരിക്ക നേടിയതെന്ന ചോദ്യം അമേരിക്കയ്ക്കുള്ളിൽ ഉയർന്നു വരുന്നത്. ശരി വിനോദ്.